തൃശ്ശൂർ എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർദ് മാതാവിന് അടങ്ങാത്ത ആത്മവിശ്വാസം, തോറ്റു പിന്തിരിയാത്ത മനസ്സ്, കരുത്തനായ പോരാളി സുരേഷ് ഗോപി ഈ വിശേഷണങ്ങൾക്കെല്ലാം അർഹനാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രം കുറിച്ചുകൊണ്ട് BJPക്ക് കേരളത്തിൽ നിന്നും പാർലമെന്റിൽ അക്കൗണ്ട് തുറക്കാനുള്ള നിയോഗം അദ്ദേഹത്തിനുണ്ടാകാൻ പോകുന്നത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നതിന് തെളിവായിരുന്നു. തൃശൂർ നിങ്ങൾ എനിക്ക് തരണമെന്ന് സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥന ഇത്തവണ വോട്ടർമാർ നെഞ്ചിലേറ്റിയതോടെ കേരളത്തിൽ വ്യക്തമായ ആധിപത്യത്തോടെ താമര വിരിഞ്ഞ ആദ്യ ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറി. തൃശൂർ പൂരം പോലെ ആവേശമുറ്റി നിന്ന വോട്ടെണ്ണലിൽ LDF ആയിരുന്നു തുടക്കത്തിൽ ലീഡ് ചെയ്തത്. എന്നാൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ലീഡ് ഉയർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ ആശംസകളായി മലയാള സിനിമാ ലോകവും രംഗത്തെത്തി. തൃശ്ശൂർ എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർദ് മാതാവിന് പ്രണാമം. ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത്. വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർ നീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയാം. ഒഴുക്കിനെതിരെ നീന്തിക്കുക. ആ ഒഴുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ കല്ലുകളായിട്ട് എൻ്റെ നേരെ അതിൽ നിന്ന് കടന്നു കയറാൻ തീർച്ചയായിട്ടും സഹായിച്ചത് വിവിധ വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് ഇനി പറയുന്നു. തൃശൂരിൽ 20,000 വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് BJP ജില്ലാ നേതൃത്വം വിലയിരുത്തിയിരുന്നു. എന്നാൽ ഈ കണക്കുകളൊക്കെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് നടന്നത്. ജില്ലയിലെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിയിലേക്ക് കേന്ദ്രീകരിച്ചുവെന്ന് വേണം കരുതാൻ. K. മുരളീധരൻ ഒരു ഘട്ടത്തിൽ പോലും മുന്നിൽ വരാൻ കഴിയാത്തത് ഇത് അടിവരയിടുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷിന് കഴിഞ്ഞതായി വിലയിരുത്തുന്നുണ്ട്. കരുവന്നൂർ അഴിമതിക്കേസിലെ ഇടപെടലും തുണയായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. മാത്രമല്ല 2019 തോൽവിയേറ്റെങ്കിലും മണ്ഡലം നിറഞ്ഞു നിന്ന സുരേഷ് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളിൽ ശക്തമായി ഇടപെട്ടിരുന്നു. ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്ക് ആര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും. ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ്. അതങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ 2 സൂപ്പർ ഹീറോസാണ് എൻ്റെ 2 നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ തന്നെയാണ് എൻ്റെ 2 നേതാക്കന്മാർ. അവരാണ് എന്നെ അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനം ഹാരാർപ്പണം ഒക്കെ നടത്തിയത്. ആ ഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിംവദന്തികളെയും പുറംതള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം നെറ്റിപ്പട്ടം ചാർത്തി. അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടമപ്പെട്ടവനായിരിക്കും. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ആകെ സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടുകളാണ് ലഭിച്ചത്. നിലവിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്താണ്. മാധ്യമപ്പട മുഴുവൻ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിലുമുണ്ട്. സിനിമയിൽ പോലും കാണാത്ത മാസ് എൻട്രിയോടെയായിരിക്കും തൃശൂരിലേക്കുള്ള സുരേഷിന്റെ യാത്ര. ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന വിജയമെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലെ വിജയം ഒരു അനുഗ്രഹമായി സമ്മാനിച്ച സകല ദൈവങ്ങൾക്കും ലൂർദ് മാതാവിനും നന്ദി പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒഴുക്കിനെതിരെ താൻ നീന്തിക്കയറിയതാണ്. വ്യക്തിപരമായി വലിയ ദ്രോഹങ്ങളാണ് തനിക്ക് നേരെയുണ്ടായത്. ഈ ദ്രോഹങ്ങളെല്ലാം വലിയ കല്ലുകളായി തനിക്ക് നേരെ വന്നു. എന്നാൽ തൃശൂരിലെ പ്രജാദൈവങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ജനങ്ങളുടെ മനസ്സിനെയും തീരുമാനത്തെയും വഴിതിരിച്ചുവിടാൻ നിരവധി ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവങ്ങൾ അവരുടെ മനസ്സ് ശുദ്ധമാക്കി. എന്നിലൂടെ ജനങ്ങളെ എന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവിട്ടു. ഇത് വലിയ വിജയമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനസംഖ്യ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിജയം വലിയ അതിശയമാണ്. എനിക്കും എന്റെ കുടുംബത്തിനും വലിയ ഖാദിയാണ് ഈ വിജയം നേടിത്തന്നത്. ഞാൻ തൃശൂരിലെ മതേതര പ്രജാദൈവങ്ങളെ
വണങ്ങുകയാണ്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള വോട്ടർമാർ തനിക്ക് വേണ്ടി പ്രചാരണം നടത്തി. ഡൽഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും അമ്മമാർ എത്തി തനിക്ക് വേണ്ടി പ്രചാരണം നടത്തി. ഇതെല്ലാമാണ് തന്റെ വിജയത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലവും പാർട്ടി പ്രവർത്തകർ തനിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല. ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം, അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വൃന്ദം, അത് കഴിഞ്ഞ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു MP ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്സാണ്, അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല. അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം, വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ MP ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിലെ പ്രജാദൈവങ്ങൾ എന്നെ അവരോധിക്കുന്നത്. താൻ ആവശ്യപ്പെട്ടതിലധികം സഹായങ്ങൾ തനിക്ക് വേണ്ടി അവർ ചെയ്തു. നരേന്ദ്രമോദിയാണ് തന്റെ രാഷ്ട്രീയ ദൈവമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനമായിരുന്നു സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ അവസാനം എത്തിയിട്ടും ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു മണ്ഡലത്തിൽ സുരേഷ് ഗോപി കാഴ്ചവെച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.